ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീനാസ് ഹോം ഡയറി. അപ്പോൾ ഇന്ന് നമുക്കൊരു ബാപ്റ്റിസം ഉണ്ട് കേട്ടോ. പുളിഞ്ഞാൽ വെച്ചിട്ടാണ്. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങടെ മോൻ്റെ കുട്ടിയുടെയാണ് കേട്ടോ. അവർ UK-ലാണ്. അങ്ങനെ അവർ കുഞ്ഞാവേനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും റിച്ചൂസ് സച്ചും അങ്ങോട്ടും കൂടെയാണ് പോകുന്നത്. ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് മാനന്തവാടി ചെന്നിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ മാനന്തവാടി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കയറി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ മോളി ആൻറ്റിയുടെ വീട്ടിലെത്തി. അപ്പോഴത്തേക്കും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി, ഞാനുമാർ, അനിയൻ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 ആങ്ങളമാർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. മൂത്ത ചേട്ടായും അതുപോലെ തന്നെ മൂന്നാമത്തെ ആളും വന്നിട്ടില്ലായിരുന്നു. ഒരു ഫാമിലി വന്നിട്ടില്ലായിരുന്നു. അവർക്ക് വേറെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും സംസാരിച്ചു. അതിന് ശേഷം വീട്ടിലേക്കൊന്ന് കയറി. അപ്പം അപ്പച്ചൻ്റെ പെങ്ങൾ മേരി ആൻറ്റി ഉണ്ട്, അവരുടെ മക്കളുണ്ട്. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ ഒരു പെങ്ങൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻറ്റീൻ്റെ മക്കൾ, പിന്നെ ഷൈനി ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നാത്തൂന് ചേച്ചി, അങ്ങനെ എല്ലാവരോടും എൻ്റെ 2 നാത്തൂന്മാരുണ്ടായിരുന്നു. അവരോടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ നമുക്ക് കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു, ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ സച്ചുമോനും കുഞ്ഞാറ്റയും, ചേച്ചിയുടെ മോളാണ് കേട്ടോ കുഞ്ഞാറ്റ ആൻറ്റി ഫോട്ടോ എടുക്കുക, ഞാൻ പോസ് ചെയ്ത് തരാം, ആൻറ്റി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂടുന്ന സമയത്താണല്ലോ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് ഫുഡ് കഴിക്കണം എന്ന് തന്നെ തോന്നൂല, അത്രയും രസമായിരുന്നു. എല്ലാവരും കൂടി സംസാരിച്ച് നിന്നു. അതിൻ്റെ ഇടയിൽ അങ്ങ് ഷൈജു വരുവാണ് കേട്ടോ. എൻ്റെ ഇളയ ആങ്ങളെയാണ് ഷൈജു. ഐസ്ക്രീമും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ തരില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞേച്ചി രണ്ടാമത്തെ നാത്തൂന് പോയിട്ട് മേടിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നിന്ന് എല്ലാവരുമായിട്ട് കഥകളൊക്കെ പറഞ്ഞു, ഐസ്ക്രീം കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതാണ് അപ്പച്ചൻ്റെ മരിച്ചുപോയ പെങ്ങളുടെ ഭർത്താവ് ടോമി അങ്കിൾ. ഇത് പിന്നെ ഷിൻഡോയുടെ ഭാര്യ, മക്കൾ. അതും അപ്പച്ചൻ്റെ പെങ്ങളുടെ മോനാണ് കേട്ടോ, മേരി ആൻറ്റിയുടെ മോനാണ്. അങ്ങനെ നമ്മളൊന്നുകൂടി എല്ലാവരും നമ്മളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നിടത്തേക്ക് കഥകൾ പറയാനായിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ചാച്ചൻ പറഞ്ഞു, അപ്പച്ചൻ്റെ അനിയൻ പറഞ്ഞു അപ്പച്ചൻ മരിച്ചുപോയി. അപ്പോൾ കുഞ്ചാച്ചൻ പറഞ്ഞു പിന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കണം, ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. ഇതപ്പൻ്റെ പെങ്ങൾ, ഇതാണ് മേരി ആൻറ്റി. അതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ചുമോൻ, ചേച്ചിയുടെ മോനാണ് ആഷിക്ക്. അച്ചുമോൻ എന്താക്കി വീഡിയോ കോൾ ചെയ്തു. ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അങ്ങനെ അവനുമായിട്ട് കുറേ നേരം സംസാരിച്ചു കേട്ടോ. എല്ലാവരും മാറി മാറി സംസാരിച്ചു. ലാസ്റ്റ് കുഞ്ഞാറ്റയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അപ്പോൾ കുഞ്ഞിന് നാണം വന്നു പോയി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ. അങ്ങനെ ആർക്കും സംസാരിച്ചിട്ട് മതി വരുന്നേ ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. കുറച്ച് പേര് പറഞ്ഞു നമുക്ക് പിന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അതിനിടയിൽ ഞങ്ങളുടെയൊക്കെ ഓരോ പിക്ക് എടുത്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നവർ വേറെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ ആണെങ്കിലും ഏത് നേരം ഫോട്ടോ എടുക്കാനൊക്കെ റെഡി ആയിട്ട് നിന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ മറന്നുപോയില്ല കേട്ടോ. ഞങ്ങൾ ചെറിയൊരു ഫോട്ടോസൊക്കെ എടുത്തു. ലാസ്റ്റ് ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വന്നിരുന്നു, ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാനും റിച്ചൂസും ചേച്ചി നാത്തൂനൊക്കെ കൂടി അടുത്തടുത്താണ് ഇരുന്നത്. ബാക്കി എല്ലാവരും ഓരോ സൈഡിലേക്ക് മാറിയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ കലാപരിപാടികൾ, മക്കളുടെ പാട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അമ്മ നേരത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അമ്മ ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണമായതുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾക്കുള്ള ബീഫ് ബിരിയാണി വന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് മോളി ആൻറ്റിയുടെ മൂത്ത മോൻ ചോമിറ്റ്. അങ്ങനെ അവനോടൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ തക്കുമോൻ വന്നിട്ട്, എൻ്റെ 2ാമത്തെ ആങ്ങളയുടെ 2ാമത്തെ മോൻ വന്നിട്ട് എൻ്റെ ഫ്രൂട്ട് സലാഡൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ബാപ്റ്റിസം ബോയ്. പുള്ളി ഉറക്കത്തിലായിരുന്നു. നേരത്തെ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ഫുൾ ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് കേട്ടോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ അവരുടെ കൂടെ ഞാൻ കുറച്ച് നേരം, മക്കളൊക്കെ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പോയി സംസാരിച്ചൊക്കെ നിന്നപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുഞ്ഞാവകളുടെ എടുക്കാൻ പറ്റി കേട്ടോ. അപ്പം അവർക്ക് 4 മക്കളാണ്. അതിൽ 4ാമത്തെ മോൻ്റെയാണ് മാമോദീസ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് വന്നു. കുഞ്ചാച്ചനൊക്കെ ആയിട്ട് കഥകൾ പറയാണ് കേട്ടോ. അപ്പോൾ കുഞ്ചാച്ചൻ തൊടുപുഴയാണ് അപ്പച്ചൻ അനിയനുള്ളത്. കുഞ്ചാച്ചൻ ഇന്ന് തന്നെ തിരിച്ചു പോകണം. വെളുപ്പിന് 3 മണിക്ക് എത്തിയതാണ്. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ചാച്ചൻ തിരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് കണ്ടതുകൊണ്ട് ആരുടെയും വീട്ടിലേക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത വരവിന് വരാം കൂടാന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ചാച്ചൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻറ്റി മക്കളുടെ അടുത്തേക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് ഷൈജു ഐസ്ക്രീം കൊണ്ട് തന്നു. ഞാനും ചേച്ചിയും കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക്
പറഞ്ഞിട്ടും ആർക്കും അറിവും കഥകളൊന്നും തീരുന്നില്ലായിരുന്നു കേട്ടോ. എല്ലാവരും ബിസിയായിട്ട് ഓട്ടോ അല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്ന് സംസാരിച്ചു. അതിനിടയിൽ ഐസ്ക്രീം കൊണ്ടുവരുന്നുണ്ടായിരുന്നു, കഴിക്കുന്നുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോവാമെന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെന്നു. ഷിൻഡോ പറയാണ് വീഡിയോ എടുക്കല്ലേ തിന്നുന്നത് എന്ന് പറഞ്ഞു. ആൻറ്റിയൊക്കെ മോളി ആൻറ്റി കഴിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പേരും കൂടി ലാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചതിന് ശേഷം പോയാൽ മതി. അങ്ങനെ ഞാനും അമ്മയും കൂടി വീണ്ടും നമ്മുടെ പഴയ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് നിന്ന് ആ സ്ഥലത്തേക്ക് വരുവാണ്. അപ്പോൾ അമ്മേനെ കണ്ട പാടെ റീന കുറച്ച് നേരമായി അമ്മ അവിടെ ഒറ്റയ്ക്കല്ല വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു, ആൻറ്റിമാരുടെയൊക്കെ കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടി ഇല്ലായിരുന്നല്ലോ. അപ്പോൾ റീന ഒരു ഉമ്മ കൊടുത്ത് കണ്ടപ്പം കുഞ്ഞേച്ചിക്കും അമ്മ ഉമ്മ കൊടുത്തു, ഇളയ നാത്തൂനും മഞ്ജുവിനും അമ്മ ഉമ്മ കൊടുത്തു. അങ്ങനെ കുഞ്ഞാച്ചൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തുതരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അതിനിടയിൽ ഞങ്ങൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് സച്ചുമോൻ പറഞ്ഞു അമ്മ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും സമയത്തിനിടയിലാണ് നമ്മുടെ ഫോട്ടോഷൂട്ടുകാർ തിരിച്ചു വരുന്നത്. 1.5 മണിക്കൂർ എടുത്തു എന്ന് തോന്നുന്നു കുഞ്ഞാവകളുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അവനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഒന്നാമതെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ടൊക്കെ ഭയങ്കര ശാഠ്യമൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ ബലൂൺ പൊട്ടിക്കുകയാണ്, റിച്ചൂസ് അവിടെ കൊണ്ടുവച്ചിട്ട് ചവിട്ടി പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഷൈജു ഇവനുമായിട്ട് എപ്പോഴും ഇങ്ങനെ എന്താടാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനെ അടിക്കാനായിട്ടുള്ള വരവാണ്. ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഷൈജുവിന് ഭയങ്കര കാര്യമാണ് അവനെ. അങ്ങനെ അവർ കുറച്ച് നേരം കളിച്ചു. ഇതാണ് നമ്മുടെ കുടുംബത്തിലെ സിസ്റ്റർ ആൻ തെരേസ്, മോളി ആൻറ്റിയുടെ മോളാണ് കേട്ടോ. മോളി ആൻറ്റിക്ക് 4 മക്കളാണ്. മൂത്ത് സോജ, ജോമീഷ്, ചിഞ്ചു. ഇപ്പം സിസ്റ്റർ ആൻ തെരേസ് പേര് മാറ്റി കേട്ടോ. അങ്ങനെ മോളി ആൻറ്റിയോടൊക്കെ യാത്ര പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം കഴിയട്ടെ എന്നൊക്കെ ആൻറ്റി പറഞ്ഞു. പക്ഷേ നമുക്ക് മൂത്ത ആങ്ങളയുടെ അടുത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആൻറ്റിയോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്, മക്യാടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മക്യാട് 12-ാം മൈൽ എത്തി. അവിടെ ആൻറ്റിയുടെ 2 മക്കളും ആൻറ്റിയും ഉണ്ടായിരുന്നു, വെല്ലിഞ്ഞില്ലായിരുന്നു കേട്ടോ, ചേട്ടായി ഇല്ലായിരുന്നു. അങ്ങനെ കുഞ്ഞു റീനയ്ക്ക് ഉമ്മ എടുക്കുകയാണ്. ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവൾ ഉമ്മ തന്നത് കേട്ടോ. അവിടെ 2 പട്ടിക്കുട്ടികളുണ്ട്. സ്കൂബീനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ പപ്പി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പപ്പിക്ക് ഭയങ്കര സ്നേഹമാണ്. സ്കൂബീനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആൻറ്റി ചായയൊക്കെ തന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവരോട് ബായ് പറഞ്ഞ് പോരുവാണ് കേട്ടോ. അപ്പം അമ്മ അവിടെ തന്നെ നിൽക്കുകയാണ് വീണ്ടും. അങ്ങനെ അമ്മയോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടി കയറി. അതിൻ്റെ ഇടയിൽ ആൻറ്റി കുറച്ച് കാപ്പി പറിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ കാപ്പി ചേച്ചിക്ക് എന്തൊക്കെയോ ഓടുന്ന് പുല്ലൊക്കെ പറിച്ച് ഞങ്ങൾ അവരോട് ബായ് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.